കൊളസ്ട്രോൾ കൂടുകയെന്ന് പറഞ്ഞാൽ ഇന്ന് വലിയൊരു പ്രശ്നമാണ് അല്ലേ. കൊളസ്ട്രോൾ കൂടിയിട്ട് ബ്ലോക്ക് ഉണ്ടാവുക, അത് ബ്ലോക്ക് വന്നിട്ട് പിന്നെ മരണപ്പെടുക, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുക, സ്ട്രോക്ക് വരിക, അങ്ങനെ പല തരത്തിലുള്ള മരണകാരണങ്ങളിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ പ്രധാന റീസൺ ഏതാണ്? കൊളസ്ട്രോൾ കൂടുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ഇന്നത് ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ട് പലരെയും ബാധിച്ചൊരു സംഗതിയാണ് ഈ കൊളസ്ട്രോൾ കൂടി എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത്. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല കൊളസ്ട്രോളിന് ചീത്ത കൊളസ്ട്രോളുണ്ട്, പക്ഷേ അത് പല ആളുകൾക്ക് അറിയില്ല അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. നല്ലത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്തി ആയിട്ട് വേണ്ട ഒരു സംഗതിയാണ്. ചീത്തതാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം വേറൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പറ്റുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അറ്റാക്ക് വരുന്ന സമയത്തായിരിക്കും ഓക്കെ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ളത് അപ്പോൾ മനസ്സിലാക്കുക. സ്ട്രോക്ക് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അപ്പോഴായിരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സൈലൻറ്റ് കില്ലറാണ്. നമ്മൾ അറിയാണ്ട് നമ്മൾ കൊല്ലിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് ഈ ഹൈ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ LDL എന്നുള്ള ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സംഗതി എന്താണ്, അത് കൂടി വരുന്ന സമയത്ത് ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, അത് കൂടി വരുന്നത് എന്തുകൊണ്ടൊക്കെയാണ് കൂടുന്നത്, അത് കൂടിയുന്ന ആളുകൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സോ ഈ പറഞ്ഞതുപോലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ട് കാണുക, എസ്പെഷ്യലി കൊളസ്ട്രോൾ ആളുകൾ, ഫാറ്റി ലിവറുള്ള ആളുകൾ, ഈ ഷുഗറുള്ള ആളുകൾ നിർബന്ധമായിട്ട് വീഡിയോ കാണുക. കാരണം അത് നിങ്ങളെ അത്രയും ഹെൽപ്ഫുൾ ആകുന്ന സെഷനാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും അത് ചീത്തതാണെന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നല്ല കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെ ഹാർട്ട് നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കൊളസ്ട്രോൾ HDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻറ്റ്. അതേസമയം LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ കുറയുകയും വേണം. ഇത് രണ്ടും എന്താ പറയുക ഓപ്പോസിറ്റ് ആക്ഷൻ ആക്ച്വലി വരുന്നത്. HDL കുറവാണോ LDL കൂടുതലായിരിക്കും, LDL കുറവാണോ HDL കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് എന്താണ് ആ ഒരു പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചീത്ത കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണിക്കും. നമ്മുടെ കൊളസ്ട്രോൾ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങൾ കാണിക്കും. ഒന്ന് ക്ഷീണം വരിക, വെറുതെ ക്ഷീണം ഇങ്ങനെ തോന്നുക, ഒരു എനർജി ഇല്ലാത്ത പോലെ എപ്പോഴും ഇങ്ങനെ ഒരു തളർന്നിരിക്കുക, ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സംതിങ് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത, ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്, അതിനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. രണ്ടാമത് അതേപോലെ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ചെസ്റ്റ് പെയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ചില സമയത്ത് ഒരു ഡിസിനസ്, തലചുറ്റൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണ് സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ ബ്ലോക്ക് ആകുന്നുണ്ടെന്നുള്ളതിൻ്റെ സിഗ്നലുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധം ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഈ ബ്ലോക്ക് അവിടെ വരുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, രക്തക്കുറവുകളുണ്ട് ഉണ്ടായിരിക്കും, അതേപോലെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ഷുഗർ കുറഞ്ഞാലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ലക്ഷണം എന്തിലും വരും, കൊളസ്ട്രോളൊക്കെ കൂടി നമ്മുടെ രക്തക്കുഴൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കാലുകളിലൊക്കെ നല്ല പെയിന് വരിക, രക്തോട്ടമൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, രക്തോട്ടത്തിനൊക്കെ ഡാമേജ് ആകുന്ന അതിറോസ്ക്ലോറിസ് പറഞ്ഞ ഒരു കണ്ടീഷൻ, അതായത് രക്തക്കുഴലുകളൊക്കെ ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടി ബ്ലോക്ക് ആകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രശ്നം വരും. അപ്പോൾ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കാലിൽ തരിപ്പും മരവിപ്പും രക്തോട്ടക്കുറവിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടുവരാറുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണ്ട, നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ട, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി അതും അല്ലാതെ ചില ആളുകളിൽ എന്താ പറയുക, നമ്മുടെ കണ്ണിന് താഴെയൊക്കെ ആയിട്ട് ഫാറ്റ്, ഒരു മഞ്ഞ കളർ സ്കിന്നിന് താഴെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതും എന്താണ്, ഫാറ്റ് കൂടിയ, കൊളസ്ട്രോൾ കൂടിയ ഏറ്റവും ലക്ഷണം. ഇത് പരമ സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ്. ഈ ലക്ഷണങ്ങളൊക്കെ വന്നാൽ പ്രശ്നം എന്താ അറിയുക, നമ്മളിത് പരിഗണിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഇവിടെ ഒരു മഞ്ഞ കളർ വന്നിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരാൾ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ, അത് കൊളസ്ട്രോളാണ്, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊരു വില്ലനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സൈലൻറ്റ് കില്ലറാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ മരണം എപ്പോൾ വേണമെങ്കിൽ നമ്മൾ പിടികൂടും എന്നുള്ള കണ്ടീഷൻ തന്നെയാണ്. കാരണം ഇത് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. നിൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയിക്കണേ, അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നോ എന്ന് നമ്മൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണെന്നല്ല. ഇത് കൂടി എന്താ പ്രശ്നം ഉണ്ടാകും സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് സർക്കുലേഷൻ നല്ലോണം ബാധിക്കും. രക്തക്കുഴലുകളിൽ രക്തചക്രമണം ഉണ്ടല്ലോ, രക്തം കടന്നു പോകുന്ന അതിനെ നല്ലോണം ബാധിക്കും എന്നുള്ളതാണ്. അത് രക്തക്കുഴലുകളിലൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെയൊക്കെ ഈ പ്ലക്കുകൾ, അതായത് ഈ രക്തകോശങ്ങൾ, കൊളസ്ട്രോള്, കാൽസ്യം, ഇങ്ങനെയുള്ള പല സംഗതികളൊക്കെ അടഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും, രക്തം പോണ പാസേജ് അവിടെ കുറക്കും. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും, ബ്ലോക്ക് വരും. ബ്ലോക്ക് വന്നാൽ സംഭവിക്കും, ഹാർട്ടിലാണ് ബ്ലോക്കെങ്കിൽ
ഹാർട്ട് അറ്റാക്ക് വരും. ബ്രെയിനിൽ ബ്ലോക്ക് വന്നാൽ സ്ട്രോക്ക് വരും. കാല് ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും, കാലൊക്കെ മരവിച്ച് പോകുന്ന പല തരത്തിലും ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗൻ ഡാമേജിന് നല്ല ഒരു കാരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ വരാൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് അൺഹെൽത്തി ഡയറ്റ്, നമ്മുടെ ഭക്ഷണം തന്നെയാണ്. കരിച്ചത്, പൊരിച്ചത്, എണ്ണയിലിട്ട് വറുത്തത്, അമിതമായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡുകൾ, മധുരം, ബേക്കറി, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. ഭക്ഷണമാണ് ആക്ച്വലി കൊളസ്ട്രോൾ കൂട്ടാൻ ഒരു പ്രധാന കാരണം. അപ്പോൾ കൊളസ്ട്രോൾ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക, ഭക്ഷണമൊക്കെ എന്ത് ചെയ്തോളി, ഒന്നാണ്ട് കൺട്രോൾ ചെയ്തോളി. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുക, അത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി കുറയുക. ഭക്ഷണമൊക്കെ കുറവാണ്, ചോറ് കുറവാണ്, പിന്നെ അതേപോലെ മധുരം അങ്ങനെ വല്ലാണ്ട് കഴിക്കലൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, അനങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കാറിൽ പോകുന്നു, ഓഫീസിൽ ഇറങ്ങുന്നു, ഓഫീസിൽ നിന്ന് കാറ് ടു വീട്, ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. വേറെ എക്സസൈസുകൾ ചെയ്യുന്നില്ല, മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ എനർജി യൂട്ടിലൈസേഷൻ ബോഡിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എക്സസ് ആയിട്ടുള്ളതൊക്കെ കൊളസ്ട്രോളും ഫാറ്റൊക്കെ ആയിട്ട് ബോഡി ഡെപ്പോസിറ്റ് ചെയ്യും, കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടും. അപ്പോൾ ഭക്ഷണം മാത്രമല്ല, ആ ഭക്ഷണത്തിൻ്റെ വിനിയോഗം നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റും വളരെ ലിങ്ക് ഉണ്ട്, നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. മൂന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരും. പാരമ്പര്യമായിട്ട് പല ആളുകൾക്കും കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കും കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതകൾ അവിടെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് പൊണ്ണത്തടിയുള്ള ആളുകൾ. നല്ല പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഉണ്ട്, അതേപോലെ തന്നെ വയറ് ചാടിയിട്ടുണ്ട്, ബെല്ലി ഫാറ്റൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ കൂടാതെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് സ്മോക്കിംഗ് ഉള്ള ആളുകൾ, സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെയാണ് ഇത് പൊതുവേ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം, പക്ഷെ ഇത് എന്തെങ്കിലും മൈൻഡ് ആക്കില്ല. അതാണ് വലിയ പ്രശ്നം. ഇതൊക്കെ എൻ്റെ ഭക്ഷണമാണ്, ഞാൻ ഉറങ്ങാത്തതാണ്, എനിക്ക് പൊണ്ണത്തടിയാണ്, പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാട്ടാണ് എൻ്റെ കൊളസ്ട്രോൾ കൂടാൻ കാരണം എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ഇതിനെ റിവേഴ്സ് ആക്കാൻ, നോർമലൈസ് ആക്കാൻ പല പേഷ്യൻസും ഇന്ന് തയ്യാറല്ല, മടിയാണെന്നുള്ളതാണ്. അത് ഒരിക്കലും ചെയ്യരുത്. ഞാൻ വീണ്ടും പറയാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ രാത്രി നമ്മൾ ഉറങ്ങാൻ നിന്നതാവും, രാവിലെ ബാത്റൂമിൽ പോകാൻ എണീക്കാനുള്ള സമയത്താണ് അറിയുന്നത് എന്ത്, എണീക്കാൻ പറ്റുന്നില്ല, കാല് തളർന്നിക്കണേ, മിണ്ടാൻ പറ്റുന്നില്ല, പ്രശ്നമാണ്, മൂത്രം അറിയാണ്ട് പോകുന്നുണ്ട്, പലതരത്തിൽ സ്ട്രോക്കും അറ്റാക്ക് മരണങ്ങളൊക്കെ നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും തള്ളിക്കളയരുത്, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ട സംഗതികളാണ്. ഇനി അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് ഏതൊക്കെ ഫുഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഏതൊക്കെ ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഒന്ന് എടുത്ത് പറയാനുള്ളത് കരിച്ചതും പൊരിച്ചതും വറുത്തതുമായിട്ട് എണ്ണയിലിട്ടുള്ള എല്ലാ സംഗതികളും ഒഴിവാക്കണം. 2, ബേക്കറി ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണം. കാരണം അതിൽ ഒന്നെങ്കിൽ നല്ല കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, നല്ല മൈദയും സാധനം ഉണ്ടാവുക പൊതുവെ. രണ്ടാമത് എന്താ ഉണ്ടാവല്, പിന്നെ നല്ല രീതിയിൽ മധുരം ഉണ്ടായിരിക്കും. ഈ 2 സാധനം കൊളസ്ട്രോൾ കൂട്ടും, ഷുഗർ കൂട്ടും, ഫാറ്റി ലിവറൊക്കെ കൂട്ടും. ഒരു ഉപകാരമില്ലാത്ത സാധനം. അത് നമ്മൾ നല്ല രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് നല്ല റെഡ് മീറ്റുകൾ ഉപയോഗം അമിതമായിട്ട് എടുക്കരുത്. റെഡ് മീറ്റ് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ബീഫാകട്ടെ, പിന്നെ പന്നിയിറച്ചാകട്ടെ, പിന്നെ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ കൺട്രോളിലാക്കിയിട്ട് പോകണം. കാരണം പലപ്പോഴും അത് ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കൂട്ടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. നാലാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ചാൽ, എന്ത് കഴിച്ചാലും നമ്മൾ ഒന്നെങ്കിൽ 7up കഴിക്കണം, അല്ലെങ്കിൽ കോള കഴിക്കണം, അല്ലെങ്കിൽ മറ്റേതൊരു ലോക്കൽ ബ്രാൻഡുള്ള എന്തെങ്കിലും സാധനം കഴിക്കേണ്ടി വരും അല്ലേ. അത് ഷുഗറി ഡ്രിങ്ക്സുകൾ നമ്മൾ നല്ലോണം കൂടുതലായിട്ട് ഹൈ ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, കലോറി നമ്മുടെ ബോഡിയിൽ കൂട്ടും, അതേപോലെ തന്നെ ഫാറ്റ് കൂട്ടും, കൊളസ്ട്രോൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതേസമയം ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നല്ലോണം ഫോക്കസ് ചെയ്യുക. നല്ല രീതിയിൽ വെജിറ്റബിൾസും ഫ്രൂട്ടും ഫോക്കസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഇൻഫ്ലമേഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും, നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ചീത്ത കൊളസ്ട്രോളൊക്കെ ഒഴിവാക്കണമെന്ന് പറയും, നല്ല കൊളസ്ട്രോൾ കഴിക്കുകയും വേണം. ഒലിവ് ഓയിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ നട്ട്സുകളുണ്ട്, സീഡ്സുകൾ, ഇതിൽ നല്ല ഒമേഗ-3 അടങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തുക. അതേപോലെ മീൻ കഴിക്കുക, നല്ല മീനൊക്കെ കഴിക്കുക. ഈ മത്തി, ചൂര, അയല, അതിലൊക്കെ ഒമേഗ-3 വളരെ കൂടുതലാണ്. അത് നല്ല കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സർക്കുലേഷൻ ഡാമേജ് ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒമേഗ-3 ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് സപ്ലിമെൻ്റ് ഒക്കെ ഒരു ഫിഷിൻ്റെ ഹെൽപ്പോട് കൂടി കഴിക്കുക, അത് നല്ലതാണ്. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് ഒമേഗ-3 സപ്ലിമെൻറ്റും അതുപോലെ ഒമേഗ-3 അടങ്ങിയിട്ടുള്ള ഫിഷുകളൊക്കെ കൂടുതൽ കഴിക്കുക എന്ന് പറയാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് അറിയോ, ഈ ഫിഷ് കഴിക്കുമ്പോൾ നമ്മൾ കരിച്ചത് പൊരിച്ചതാക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓയിൽ വരും,
ഓയിൽ വന്നാൽ പിന്നെ വീണ്ടും ചീത്ത കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും കറി വെച്ച ടൈപ്പുള്ള സിമ്പിളായിട്ടുള്ള ഭക്ഷണങ്ങൾ മീനൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കഴിക്കാൻ നല്ലോണം പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മീറ്റ് നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു പോർഷൻ കൺട്രോൾഡ് ആയിട്ട് കഴിക്കും. ഒന്നാകെ കഴിക്കരുത്. മീറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നല്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഒഴിവാക്കേണ്ടി വരും. ഇനി അതിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോർഷൻ കൺട്രോൾ നല്ലോണം ശ്രദ്ധിക്കുക. എപ്പോഴും ഫാറ്റിയുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചിട്ടുള്ളത് എന്ത് ചെയ്യുക, കൺട്രോൾഡ് ആയിട്ട് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം. അത് കംപ്ലീറ്റ് ഒഴിവാക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഒരു ഡിസിഷൻ ഒരു ഡോക്ടറെ കണ്ടിട്ട്, ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം പല ആളുകളും എന്താ അറിയുമോ, ഈ ഷുഗർ കൊളസ്ട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മീനൊന്നും കഴിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ ലോസ് ഉണ്ടായിരിക്കും, മസിൽ വീക്കാവും, ജോയിൻറ്റ് പെയിന്, അങ്ങനെയുള്ള പല തരത്തിൽ സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഉണ്ടാവും. മസിൽ വാസ്റ്റിങ്ങും മസിൽ ലോസിങ്ങും മൂവ്മെൻറ്റൊക്കെ നല്ലോണം ബാധിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഓൾമോസ്റ്റ് പല കേസുകളും പല ആളുകളും. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ കൊളസ്ട്രോൾ ആളുകൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂവ്മെൻറ്റ് കൂട്ടുക. സെഡൻറ്ററി ലൈഫൊക്കെ ഒഴിവാക്കിയിട്ട് സൈക്ലിങ്ങോ ജമ്പിങ്ങോ കളികളൊക്കെ മൂവ്മെൻറ്റ് കൂട്ടുക. അപ്പോൾ മസ്കുലർ ആക്ടിവിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, സർക്കുലേഷനും കൂടുകയും ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റുകളും കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും ബോഡി. അതേപോലെ HDL ഒക്കെ കൂടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 45 മിനിറ്റൊക്കെ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും മിനിമം നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 2, നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്തെങ്കിൽ സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. കാരണം ഇത് നമ്മുടെ ഹെൽത്ത് നല്ല ഡാമേജ് ആക്കും. കൊളസ്ട്രോൾ കൂട്ടൽ മാത്രമല്ല, നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കും, സർക്കുലേഷനെ ബാധിക്കും, ഫാറ്റ് ഡെപ്പോസിനൊക്കെ ബാധിക്കും, സ്ട്രോക്ക് വരാൻ കാരണമാകും, പലതരത്തിലുള്ള അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഗുണങ്ങളായിട്ട് നമുക്കൊന്ന് പറയാനുള്ള കാര്യമായിട്ട് അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. 3ാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഈ സ്ട്രെസ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. സ്ട്രെസ് ഹോർമോണാണ്, നമ്പർ 1 സ്ട്രെസ് ഹോർമോണാണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത് എന്താ പറയുക, ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും, കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടും. അപ്പോൾ മാനസിക സമ്മർദ്ദം. അപ്പോൾ ഇനി നിങ്ങൾ കൊളസ്ട്രോൾ കഴിക്കാനുള്ള ഒന്നും തിന്നണ്ട, കൊളസ്ട്രോൾ കഴിക്കാനുള്ള ഒന്നും കഴിക്കുന്നില്ല, ഇറച്ചി മീൻ തിന്നില്ല, കരിച്ചത് പൊരിച്ചൊന്നുമില്ല, നിങ്ങൾ സാധാ ചോറും കറിയും പച്ചക്കറിക്ക് തിന്നണുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടും. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ എക്സസൈസുകൾ, വ്യായാമങ്ങൾ, യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യും, മൈൻഡ് കാമാക്കുക. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, അത് ഒക്കെ ആയിട്ട് വരും. അതേപോലെ തന്നെയാണ് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ്. ബോഡിക്ക് ഉറക്കമില്ലേ ബോഡി സ്ട്രെസ്ഡ് ആവും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഫാറ്റി ലിവർ എല്ലാതും വരും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ബാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കമില്ലേ ഡാമേജ്ഡ് ആകും. അപ്പോൾ ഉറങ്ങാൻ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ നമുക്ക് എന്ത് ചെയ്യും, മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യാൻ പറ്റാത്ത സംഗതി ഒന്നുമില്ല. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഭക്ഷണത്തിൽ നമുക്ക് സ്പൈസസുകൾ കൂട്ടുക. അതായത് എസ്പെഷ്യലി നമ്മുടെ വെളുത്തുള്ളി വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഒരു 3-4 വെളുത്തുള്ളിയൊക്കെ നമ്മൾ ദിവസം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ, ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ. അതേപോലെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ നല്ലതാണ്, ഗ്രാമ്പു, പട്ട, ഇതൊക്കെ നമ്മൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ദഹനം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും, ഗ്യാസ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോൾ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും, നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ വളരെ നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, നല്ല സ്പൈസസുകൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കൊളസ്ട്രോളുള്ള പല ആളുകളുണ്ടായിരിക്കും, പല മെഡിസിൻസ് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഇപ്പം പോലെ രക്തയോട്ടം കുറഞ്ഞ ആളുകളുണ്ടായിരിക്കും, ബ്ലോക്കുള്ള ആളുകൾ പല തരത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.